Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഒരു വ്യക്തിക്ക് നൽകുന്നു. പക്ഷെ ആ വ്യക്തി നിങ്ങൾക്ക് അതേ ഇമ്പോർട്ടൻസ് തിരിച്ചു നൽകുന്നില്ലെന്ന് വിചാരിക്കുക. സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീലിംഗ്, എൻ്റെ സെൽഫ് റെസ്പെക്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ബെഗ് ചെയ്ത് അവരുടെ പിന്നാലെ പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ ചേസ് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് വന്നാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ നിങ്ങളെ ആരെങ്കിലും ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും ഇത് സംഭവിക്കും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തിങ്, നിങ്ങൾ ഇനഫ് ആണ്, അല്ലെങ്കിൽ ഐ ആം ഇനഫ് എന്നുള്ളൊരു തോട്ട് നിങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പല ആളുകൾക്കും ഇല്ലാത്ത ഒരു തോട്ടും ഇത് തന്നെയാണ്. ഞാൻ അത്ര പോരാ, അല്ലെങ്കിൽ ഞാൻ അതിന് ഡിസേർവ് ആണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഗട്ട് ഫീലിംഗ് ആണ് പല ആളുകളെയും ഇത്തരത്തിലുള്ള ഒരു ബെഗിങ് സിറ്റുവേഷൻസിലേക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് ചേസ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ഈ തോട്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. സോ ആ പോയിന്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർക്കുക. നിങ്ങൾ എന്തെല്ലാം കാര്യത്തിൽ കോൺഫിഡന്റ് ആണെന്നുള്ളത് ഓർക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഡിസേർവിങ് മെന്റാലിറ്റി, അല്ലെങ്കിൽ ഞാൻ ഡിസേർവ് ആണ്, എന്ത് കാര്യവും ഞാൻ റിസീവ് ചെയ്യാനുള്ള ഒരു ഡിസേർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യുകയും അത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം. ചില ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്ന ആളുകളായിരിക്കും, വളരെ ബിഗ് ഡ്രീംസ് ഉള്ള ആളുകളായിരിക്കും. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് നേടും, ഇത് നേടും എന്നൊക്കെ പറയുക മാത്രമേ ചെയ്യുള്ളൂ. അതായത് വാക്കുകളിൽ മാത്രം അത് നിലനിൽക്കും, ഒരിക്കലും അവരുടെ ലൈഫിൽ അത് റിഫ്ലക്റ്റ് ആവുന്നില്ല. അതിനൊരു കാരണം, അവരെല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യും, പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ മറക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള എഫേർട്ട് എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങളൊരു കാര്യം പ്ലാൻ ചെയ്യുകയും അത് അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, അവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് കൂടും. മാത്രമല്ല, നിങ്ങൾ അതുവരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരെങ്കിൽ തീർച്ചയായും നിങ്ങളെ അവർ ചേസ് ചെയ്യാനും തുടങ്ങും. സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് ലൈഫിൽ അത് റിഫ്ലക്റ്റഡ് ആക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള കാര്യം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ചെറിയ കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ആ ട്രിപ്പ് ഒരുപാട് തവണ പോകണം എന്ന് പറയുക മാത്രമല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ആ ഒരു യാത്ര പോയി അത് എൻജോയ് ചെയ്യുക. സോ ആ ഒരു കാര്യം നിങ്ങൾ നടപ്പിലാക്കി നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു സെൽഫ് റെസ്പെക്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും ആ ഒരു പോസിറ്റീവ് ഫീൽ തന്നെ ആയിരിക്കും. സോ പ്ലാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. ഇനി മൂന്നാമതായി, നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട കുറച്ച് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെ ആരാണോ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല, നിങ്ങൾ വളരെയധികം അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രത്തോളം പരിഗണന നൽകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് അത്രത്തോളം പെർഫെക്റ്റ് ആയി ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി അവരെ ഹെൽപ്പ് ചോദിക്കുക. ഒന്നോ രണ്ടോ തവണ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. പിന്നീട് ആ കാര്യം നിങ്ങൾ തനിച്ച് ചെയ്യാൻ ശ്രമിക്കണം. ഒന്നോ രണ്ടോ തവണ അവരുടെ സഹായം ചോദിക്കുകയും മൂന്നാമത് അല്ലെങ്കിൽ പിന്നീട് അവരുടെ സഹായം ചോദിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തായിരിക്കും ഇപ്പോൾ എന്നോട് സഹായം ചോദിക്കാത്തത് എന്നുള്ളത്. സോ മൂന്നാമതായി, നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്, ആരാണോ നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരോട് ഒന്നോ രണ്ടോ തവണ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചോദിക്കുക. പിന്നീട് അതേ കാര്യം വരുന്ന സമയത്ത് സ്വയം ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ നന്നായി കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതായത് ഒരുപാട് ഫിറ്റ് ആവുക, അല്ലെങ്കിൽ സിക്സ് പാക്ക് ഉണ്ടാവുക, അങ്ങനെയല്ല. നിങ്ങളുടെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു കഴിവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം ഏതൊരു വ്യക്തിയും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്.
സോ നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ബോഡി വെയിറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ മെലിഞ്ഞിരിക്കുന്നു, ആ രീതിയിൽ സ്വയം അഫർമേഷൻസ് നടത്തുകയും അതേ കാര്യം തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് കുറയുകയാണ് ചെയ്യുക. സോ നിങ്ങളുടെ ബോഡി ഷേപ്പ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി ശ്രമിക്കണം. ഫിഫ്ത്ത് വൺ, ഓൾവേസ് അവൈലബിൾ ആകുന്ന ഒരു ടെൻഡൻസിയാണ് നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണോട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നമ്മൾ എപ്പോഴും അവൈലബിൾ ആകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, എപ്പോൾ വേണമെങ്കിലും അവരോട് സംസാരിക്കാമല്ലോ, അല്ലെങ്കിൽ അവരെപ്പോഴും ഫ്രീ ആണല്ലോ, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കുക, അങ്ങനെ ബിസി ആകുന്ന പേഴ്സൺ അല്ല, അങ്ങനെ ഒരു തോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആകുന്നുണ്ടെങ്കിൽ. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ബിസിയാണ്, അവരെ മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രയോറിറ്റൈസ് നൽകുന്നുണ്ട് എന്ന തോട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങും. മാത്രമല്ല അവർ നിങ്ങളൊരു പോസിറ്റീവായ രീതിയിലായിരിക്കും ചേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് മാത്രമല്ല, നിങ്ങളുടെ കരിയറിനും നിങ്ങൾ അത്രത്തോളം പ്രയോറിറ്റി നൽകുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻഗേജ്ഡ് ആകുന്നത്. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് നിങ്ങൾ ബിസി ആകുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് നിങ്ങളോടുള്ള മതിപ്പ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ കൂടുകയാണ് ചെയ്യുക. സോ അവരെ മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുണ്ട് എന്നുള്ളത് തുറന്നു പറയുകയും ചെയ്യുക. നേരെ മറിച്ച് ആ കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്ന സമയത്ത് ഈ ഒരു പ്രവണത അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ എല്ലായ്പ്പോഴും കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും അവൈലബിൾ ആണ് എന്നൊരു തോട്ടാണ് നിങ്ങൾ അറിയാതെ പാസ് ചെയ്യുന്നത്. സോ എല്ലായ്പ്പോഴും അവൈലബിൾ ആകുന്നു എന്ന രീതിയിലാണ് നിങ്ങളുടെ പ്രവൃത്തി എന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ വേറെയും പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി നൽകാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണം, നിങ്ങളെ ഇങ്ങോട്ട് ചേസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണോടുള്ള ആറ്റിറ്റ്യൂഡിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സാധിക്കും. സോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്